Hello, welcome to my channel. So today we are going to discuss about functions in C++. നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 10th ചാപ്റ്ററാണത് വരുന്നത്. ഫങ്ഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒരു പ്രോഗ്രാം എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതിന് പറയുന്ന പേര് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ് 2 മെത്തേഡ്സ്. ഇതിൽ ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാനുള്ള ജോലി എന്താണോ അല്ലെങ്കിൽ നമുക്ക് എന്തിനെയാണോ നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്ത് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിനെ നമ്മൾ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ബ്ലോക്കുകൾ പറ്റുന്നിടത്തോളം ഇൻഡിപെൻഡൻറ്റ് ബ്ലോക്കുകളായിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ബ്ലോക്കിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓരോ സബ് ബ്ലോക്കിന് വേണ്ടിയിട്ടും ഒരു സബ് പ്രോഗ്രാം എഴുതുന്നു. അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ഇതൊരു വലിയ ടാസ്ക് ആയിരുന്നുവെങ്കിലും ഇപ്പോൾ നമ്മളിതിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഏതാണ്? ചെറിയ ചെറിയ ടാസ്കുകൾ മാത്രം. ഇവയൊക്കെ ഇൻഡിപെൻഡൻറ്റ് ടാസ്കുകൾ ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് നിയോഗിച്ച് ഈ ചെറിയ പ്രോഗ്രാംസ് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സബ് പ്രോഗ്രാമുകളെ ആക്ച്വലി ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളാണെങ്കിലും ഇവയെല്ലാം മെയിൻ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ മെയിൻ സിസ്റ്റത്തിൻ്റെ തന്നെ സബ് പാർട്ടുകളാണ്. അവസാനം എല്ലാ ബ്ലോക്കുകളും നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരു രീതിയാണ് നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ സബ് പ്രോഗ്രാമുകൾ എഴുതുമ്പോൾ ആ സബ് പ്രോഗ്രാമിനെ നമ്മൾ ഫങ്ഷൻ എന്ന് വിളിക്കുന്നു, മൊഡ്യൂൾ എന്നും വിളിക്കുന്നു. അപ്പോൾ ഒരു വലിയ ടാസ്ക് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിങ്ങിൽ ഒരു വലിയ ടാസ്കിനെ സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സബ് ടാസ്കിനും ഓരോ മൊഡ്യൂൾ അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻ എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്ലോക്കും സിമ്പിളാകുന്നു, സോൾവ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ അതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് ഏത് ടാസ്ക്കാണോ ആ ടാസ്കിൽ ഉൾപ്പെടുന്ന ഒബ്ജക്റ്റുകളെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിവിങ് തിങ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വസ്തു, അതിനെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പം ഞാനൊരു ഒബ്ജക്റ്റാണ്, നിങ്ങൾ ഒബ്ജക്റ്റുകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഒബ്ജക്റ്റ് എന്ന് പറയാം. നമുക്ക് ആ കാര്യത്തിന് വേണ്ടി മെമ്മറി എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു ഒബ്ജക്റ്റാണ്. ഓക്കെ, നമ്മളൊരു സ്കൂളിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഓഫ് കോഴ്സ് ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും അല്ലേ? ടീച്ചർ ഒരു ഒബ്ജക്റ്റാണ്. ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. ടീച്ചറിന് ഒരു ഐ ഡി ഉണ്ടായിരിക്കാം, ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കാം, ടീച്ചറിൻ്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഇനി നമ്മളൊരു ബാങ്കിൻ്റെ കേസ് എടുത്താലോ? ബാങ്കിൻ്റെ കേസ് എടുക്കുമ്പോൾ അവിടുത്തെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അവിടെയാണ് നിങ്ങളെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബാങ്കിലെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടാണ്. അക്കൗണ്ട് ഒരു ഒബ്ജക്റ്റ് ആണല്ലോ. അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം, അഡ്രസ്സ്, അങ്ങനെയുള്ള അക്കൗണ്ട് ഒരു ഒബ്ജക്റ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഫൈൻഡ് ഔട്ട് ദ ഒബ്ജക്ട്സ് ആൻഡ് വി വിൽ റൈറ്റ് പ്രോഗ്രാംസ് ഫോർ ദ ഒബ്ജക്ട്സ്. ആ ഒബ്ജക്ട്സിന് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അതായത് ഒരു അക്കൗണ്ട് ക്രിയേഷൻ ഒരു പ്രോസസ്സാണ്. അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്?
അങ്ങനെ ആ രീതിയിൽ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ പ്രോഗ്രാം എഴുതുവാണെങ്കിൽ അതിനെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ നമ്മൾ അവിടെ ടാസ്കുകൾക്കാണ്, നമ്മുടെ ജോലി എന്താണോ, ഏത് ആക്ടിവിറ്റിക്കാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ രീതിയിലോ പ്രോഗ്രാമിങ്ങിലേക്ക് നോക്കുമ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ മോഡുലാർ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ് ബ്ലോക്കുകളായിട്ട് ഓരോ ബ്ലോക്കിന് വേണ്ടിയിട്ടും എഴുതുന്നതാണ് എന്ത്, ഫങ്ഷൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ്. അപ്പം നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് C++ലെ ഫങ്ഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പം നമുക്ക് ഫങ്ഷൻസിനെ പറ്റി വിശദമായിട്ട് പഠിക്കാം. മുമ്പേ നമ്മൾ കണ്ടത് പ്രോഗ്രാമിങ്ങിലെ 2 പ്രധാനപ്പെട്ട 2 അപ്രോച്ചുകളെ പറ്റിയാണ് പഠിച്ചത്. അടുത്തതായിട്ട് നമ്മൾ ഫങ്ഷൻ എന്താണ് എന്നതിൻ്റെ അല്ലെങ്കിൽ ഫങ്ഷൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷനാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഫങ്ഷൻ ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ C++ പ്രോഗ്രാം ടു പെർഫോം എ ടാസ്ക്. ഏതെങ്കിലും ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് വേണ്ടി എഴുതിയിരിക്കുന്ന C++ലെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷനിൽ എന്താ ഉള്ളത്, C++ലെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണുള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ചെയ്തായിരുന്നു. പ്രോഗ്രാം ചെയ്ത സമയത്ത് നിങ്ങൾ ഫാക്ടോറിയലിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തു ഇല്ലേ, ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. അപ്പോൾ ഈ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്താണ്, ഒരു പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ഇനി ആ കാര്യം തന്നെ അല്ലെങ്കിൽ ഈ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്കൊരു ഫംഗ്ഷനും എഴുതാം. ഫംഗ്ഷൻ അപ്പോൾ അതിനകത്ത് സ്പെസിഫിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ടാസ്ക്കാണ് ചെയ്യുന്നത്, ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നു. എന്താണ് അതിനകത്തുള്ളത്, C++ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാം. ഈ ഫംഗ്ഷനും പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം, ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഈസ് എ സബ് പ്രോഗ്രാം. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം. ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം അല്ല ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ cannot execute. ഫംഗ്ഷൻ cannot execute on its own. സ്വന്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പ്രോഗ്രാം ആണെങ്കിൽ സ്വന്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോഗ്രാമും ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം എഴുതാമെന്ന് നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫംഗ്ഷനും എഴുതാം. പക്ഷേ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. പ്രോഗ്രാം ആണെങ്കിലോ എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് ആ എക്സിക്യൂട്ട് ബട്ടണിൽ കൊടുത്താൽ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഫംഗ്ഷൻ സ്വന്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തിരിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. സോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് C++ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എഴുതുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻ എന്ന് പറഞ്ഞൊരു സാധനം എഴുതുന്നുണ്ട് C++ൽ. മെയിൻ C++ പ്രോഗ്രാമിൻ്റെ കമ്പൽസറി പാർട്ടാണ്. മെയിൻ ഒരു ഫംഗ്ഷനാണ് എന്ന് വെച്ച് എന്താണ് C++ലെ മറ്റ് ഫംഗ്ഷനകത്ത് മെയിൻ ഇല്ല. C++ലെ പ്രോഗ്രാമിനകത്ത് മെയിൻ ഉണ്ട്. പക്ഷേ C++ൽ ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ മെയിൻ ഇല്ലാതെയും നിൽക്കാം എന്നേ ഉള്ളൂ. മെയിൻ അല്ല, ഒരു പ്രോഗ്രാം ഒരു ഫംഗ്ഷനകത്ത് മെയിൻ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുവാണ്. മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. The process of breaking a large program into smaller sub-programs is called modularization. അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട എക്സാമ്പിളിൽ എന്താ നമ്മൾ പറഞ്ഞത്, ഒരു വലിയൊരു ടാസ്കിനെ, അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന വലിയ ടാസ്കിനെ പല സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഡിവിഷൻ, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് എന്ത് പറയുന്നു, മോഡുലറൈസേഷൻ എന്ന് പറയുന്നു. The process of breaking a large program into smaller subprograms is known as modularization. A subprogram is also known as a function, a module or a procedure. അപ്പോൾ ഫംഗ്ഷൻ എന്താണ് നമ്മുടെ വീണ്ടും വന്നു. ഇറ്റ് ഈസ് എ സബ് പ്രോഗ്രാം,
ഇറ്റ് ഈസ് എ മൊഡ്യൂൾ ഓർ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ. ഈ 3-4 പേരുകളിലും ഇതറിയപ്പെടുന്നു. സോ എന്താണിത്? എ സബ് പ്രോഗ്രാം ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ടാസ്ക്. ഇനി എന്താണ് മോഡുലറൈസേഷൻ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് ചെയ്ത് പല ബ്ലോക്കുകളാക്കി കഴിഞ്ഞാൽ ഓരോന്നും എന്തായിരിക്കും? ഈച്ച് ഫങ്ഷൻ ഈസ് സ്മോൾ ആൻഡ് സിമ്പിൾ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് ബ്രേക്കപ്പ് ചെയ്തു, ചെറുതായി എന്നാണ് പറയുന്നത്. സോ അതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഇറ്റ് റെഡ്യൂസസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം. അതായത് നമ്മൾ നോക്കുമ്പോൾ ആസ് എ ഹോൾ ഇത് വലിയ പ്രോസസ്സാണ്. പാർട്ടീഷൻ പ്രോസസ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ, ഇപ്പം പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ് കീപ്പിംഗ് ആണെങ്കിൽ, ഏത് കേസാണെങ്കിലും വലിയ ആ ഒരു പ്രോബ്ലത്തിനെ സബായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെഡ്യൂസസ് ദി സൈസ്. ഇറ്റ് റെഡ്യൂസസ് ദി സൈസ്. സൈസ് ചെറുതാകുന്നു. ലെസ് ചാൻസ് ഓഫ് എറർ. എറർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് എററുകളെ പറ്റി നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കും. നമുക്ക് പ്രോഗ്രാം ചെയ്തവർക്കൊക്കെ എററുകളൊക്കെ വന്ന് കാണുമായിരിക്കും. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ അതിനകത്ത് എറർ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ആകെ ഒരു 20 ലൈനുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിൽ ഏത് ലൈനാണ് എറർ നമുക്ക് കാണുന്നു, നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു വലിയ പ്രോഗ്രാമിലാണെങ്കിലും ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ ലെസ് ചാൻസ് ഓഫ് എറർ. എറർ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. എറർ ഉണ്ടായാൽ സോൾവ് ചെയ്യാനും എളുപ്പമാണ്. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദി പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് കുറേയേറെ സ്റ്റെപ്സും ഒക്കെ എഴുതാനായിട്ട് വരുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ഫോർമുല ആയിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം പഠിച്ചില്ലേ? അപ്പോൾ അത് എന്തൊക്കെ ഓപ്പറേഷൻസ് സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac. നമ്മളിപ്പോൾ ഫംഗ്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫംഗ്ഷൻ സ്ക്വയർ എഴുതാൻ വേണ്ടിയിട്ട്, ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, ഇങ്ങനെ നമ്മൾ പല ഫംഗ്ഷൻ എഴുതും. അപ്പോൾ ഓരോ ഫംഗ്ഷനും എന്താണ്? ചെറുതാണ്. സോ അതാണ് റെഡ്യൂസസ് ദി പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. ദെൻ വൺ മോർ തിങ് ഈസ് ദെയർ, ഇറ്റ് ഇംപ്രൂവ്സ് ദ റീയൂസബിലിറ്റി എന്നാണ് പറയുന്നത്. ഇംപ്രൂവ്സ് ദ റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതുന്ന സാധനം തന്നെ നമുക്ക് ഒരിക്കൽ കൂടി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമുക്ക് എളുപ്പമുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമുകൾ എഴുതിയ സമയത്ത് എഴുതിയ ഒരു പ്രോഗ്രാമാണ് സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം 1, 2, 3, 4 up to 10. പിന്നെ ഒരെണ്ണം എഴുതി സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? 10 നമ്പറിൻ്റെ സം ആണെങ്കിൽ എപ്പോൾ റൺ ചെയ്താലും നമുക്ക് കിട്ടുന്നത് 10 ആയിരിക്കും. പക്ഷേ n നമ്പറിൻ്റെ ആണെങ്കിലോ എന്നിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് റിസൾട്ട് നമുക്ക് മാറി കിട്ടും, അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞ് പല പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് റീയൂസബിലിറ്റി. ഈച്ച് ഫംഗ്ഷൻ ഈസ് റീയൂസബിൾ. ഫംഗ്ഷൻ റീയൂസബിൾ ആണ്. റീയൂസബിൾ ആകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഒരു ഫംഗ്ഷൻ എഴുതി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി ഓർ ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ്. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് വൺ, there are 2 types of functions. There are 2 important functions and they are known as built-in functions and user-defined functions. Okay. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ്റെ പേരെന്താണ്? built-in functions or user-defined functions. built-in function വേറൊരു പേരുണ്ട്, പ്രീ-ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലേ? അപ്പോൾ ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെക്കുന്നു. ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ എഴുതി വെക്കുവാണെങ്കിൽ എഴുതി വെക്കണം, എന്തായാലും നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ചില ഫങ്ഷൻസ് ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും, ഓൾറെഡി എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഫങ്ഷൻസ് ആർ റിട്ടൺ ഓർ പ്രീ-റിട്ടൺ ഓർ പ്രീ-ഡിഫൈൻഡ് ഇൻ ഹെഡർ ഫയൽസ്. പ്രീ-ഡിഫൈൻഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഹെഡർ ഫയൽസ്. ഹെഡർ ഫയൽസിലായിരിക്കും ഈ പറയുന്ന ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻസിനെയൊക്കെ നമ്മൾ എഴുതി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാരാണ് എഴുതിയെന്ന് വെച്ചാൽ, ഇത് C++ൻ്റെ ക്രിയേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ C++ കമ്പൈലർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പ്രീ-ഡിഫൈൻഡ് ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു പ്രീ-ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കുക.
നിങ്ങൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ മാത്തമാറ്റിക്സ് അല്ലേ ഈ സാധനം വിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ. പക്ഷെ നമുക്കറിയാം അത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമുക്കറിയാം. അപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഫംഗ്ഷനെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് an example of a predefined function. ഇനി ഈ പ്രീഡിഫൈൻഡ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് പഠിക്കുന്നത്? ആരുടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പക്ഷേ നമ്മൾ പഠിക്കണം. നമ്മൾ എന്താണ് പഠിക്കുന്നത് വെച്ചാൽ ഫംഗ്ഷൻ്റെ പേരെന്താണെന്ന് പഠിക്കണം. ഫംഗ്ഷൻ്റെ പേരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ഫംഗ്ഷൻ്റെ പേര് പഠിക്കണം, പിന്നെ ഫംഗ്ഷൻ എന്തിനാണെന്ന് പഠിക്കണം, പിന്നെ ഫംഗ്ഷൻ്റെ പാരാമീറ്റർ എന്താണെന്ന് പഠിക്കണം, ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് പഠിക്കണം. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആർ ഓൾറെഡി റിട്ടേൺ ആൻഡ് ആർ സ്റ്റോർഡ് ഇൻ ഹെഡർ ഫയൽ. ആൻഡ് ദീസ് ഫയൽ ഫംഗ്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് ബൈ us. നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നോ നീഡ് ടു ഡിഫൈൻ. നെക്സ്റ്റ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ചില ഫംഗ്ഷൻസ് സിസ്റ്റത്തിലൊന്നും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. WGPA കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എഴുതി വെച്ചാൽ അത് നമുക്ക് മാത്രം ഉപയോഗിക്കാം, മറ്റൊരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് WGPA കാൽക്കുലേഷൻ. സോ അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ ആർക്ക് ക്രിയേറ്റ് ചെയ്യാം? യൂസറിന് ക്രിയേറ്റ് ചെയ്യാം, യൂസറിന് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ഹെഡർ ഫയൽസ്. ഓൾറെഡി ഡിഫൈൻഡ് ആണെങ്കിൽ അത് ഹെഡർ ഫയലിലായിരിക്കും ഉണ്ടായിരിക്കുക. യൂസർ ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് സം എക്സാമ്പിൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഒരു സെക്കൻഡ്.